വന്നിട്ട് കുറെ നേരമായ? ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഞാനൊന്ന് കുളിക്കാൻ കയറി. അല്ല കാക്കാ, എന്തിപ്പോ രാവിലെ തന്നെ? ഞാൻ വന്നതേ മിന്നുവിൻ്റെ കല്യാണം ഏകദേശം ശരിയായിക്കണേ തന്നെ. മാഷാ അല്ലാ. ഓര് പറഞ്ഞതേ പെട്ടെന്ന് തന്നെ കല്യാണം വേണം, ചെക്കനക്ക് അതിന് വേണ്ടി ലീവില്ല എന്നാ പറയണ്ടേ. എവിടുന്ന കല്യാണം? ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. നല്ല കൂട്ടരാ. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, വേണ്ട ഉറപ്പിച്ച്. പിന്നെ ഞാൻ ഇപ്പം വന്നതേ 10-15 കൊല്ലമായിപ്പോൾ. അന്നിച്ച് സെരടക്കാൻ കായില്ല എന്ന് പറഞ്ഞപ്പോഴേ അവിടെ വന്നു കണ്ടിച്ച് പെരിയിലൊന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ കൈക്കലപ്പോൾ ഒത്തുല്ലേന് വെച്ചാൽ അമ്മായിൻ്റെ ചെയിനുണ്ടായിരുന്നേ, ഒരു 4 പവൻ്റെ. ഇന്ന് അജിത്ത് കൊണ്ടുപോയിക്കാണ്ട് ഇത് വേണ്ട മരിക്കാൻ ഇജ്ജ് ബുക്ക് പണയം വെക്കുക ചെയ്ത് കാണിച്ച് സ്ഥലം വാങ്ങിക്കോ, എനിക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ തന്നാൽ മതി, ഇപ്പോൾ ഇജ്ജ് പൈസക്കൊന്നും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ തന്നിന്ന്. അതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു ആവശ്യം വന്നിട്ടുമില്ല, എന്നാൽ ഇജ്ജ് കേട്ടവർ കണ്ടറിഞ്ഞത് എനിക്ക് തന്നിട്ടുമില്ല. കാക്കാ, എനിക്കത് ഓർമ്മയുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തുതരാനാ. എത്ര ചെയ് പറയണേ പെട്ടെന്നോ? 10-15 കൊല്ലമായില്ല തന്നിട്ട്. അത് നിങ്ങളന്ന് പറഞ്ഞല്ല അത്യാവശ്യമാകുമ്പോൾ മതിയെന്ന്. പിന്നെ ഇപ്പോൾ ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്നും ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് എടുത്തുതരാനാ. പിന്നെ അന്നത്തെ വില ഇപ്പോൾ സ്വർണത്തിന്, അന്നാ സ്വർണം വിറ്റിയാണ്ടേ അത് എഴുതാനുള്ള പൈസ ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ തൽക്കാലേ എങ്ങനെയെങ്കിലും ആ കല്യാണം നടത്താൻ നോക്കി. 12 രൂപ ഞാനോട് കൊടുത്തരല്ലേ, അതിപ്പോൾ അത് കാത്തിക്കല്ലേ. അങ്ങനെ പറയണ്ട മോനെ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും അമ്മായി പറഞ്ഞേക്കണേ നിങ്ങൾ മോനെ പോയി ബുദ്ധിമുട്ടിച്ചിരുന്നിട്ട. പിന്നെ എനിക്ക് ജീവിതത്തിൽ കരകയറ്റുണ്ടായപ്പോഴും ഞാനത് ചോദിക്കാൻ വന്നിട്ടില്ല. കാരണം എന്താ, എനിക്കൊരു പ്രയാസം വരുമ്പോൾ ഇത് ആ പണ്ടം തിരിച്ചു തരുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പൊന്നാറ് കാക്ക, നിങ്ങളെന്താ ഈ പറഞ്ഞത്? ഇന്നത്തെ സ്വർണത്തിന്റെ വില അന്നത്തെ സ്വർണത്തിന്റെ വില എത്ര വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അന്ന് എത്രയ്ക്ക് ഞാൻ സ്വർണം വിറ്റിച്ചെങ്കിൽ ആ പൈസ ഞാനത് തരാം. അത് ഇജ്ജ് പറയല്ല, അന്ന് നമ്മളുള്ള വാക്ക് പറഞ്ഞേക്കൊണ്ട് പണ്ടം തിരിച്ചു തരാന്നാണ്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് എത്ര പോലെ ചെലവുണ്ട് വിചാരിച്ച് നിൽക്കണേ. ഇപ്പൊ മക്കളെ പഠിപ്പോ ഒരു ചില്ലറ പഠിപ്പൊന്നല്ല പഠിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റൊന്ന് ലണ്ടനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സംഖ്യ ഇപ്പൊ അതിന് ചെലവായി കിടക്കുക. അതിന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാവിലെ പോയത് എല്ലാവരും. അത് ഇപ്പൊ ഞാൻ വണ്ടി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മാറ്റിയത്, ഒരു സംഖ്യ ഇപ്പൊ 50 ചെലവായി. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചാൽ ഞാൻ തന്നെ കൂടെ ഇവിടെ നിന്ന് എടുത്തു തരിക. നിങ്ങളിപ്പോ തൽക്കാലം പോയിക്കോളേ. എനിക്കാണെങ്കിൽ പുറത്തു പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഓരാണെങ്കിൽ ഇവിടെ ഇല്ല. ഞാനേ പണ്ട് റെഡി ആവാനേ വിളിക്കണ്ടേ. നിങ്ങൾ ഇന്നെ മാത്രം അങ്ങനെ കാത്തു നിൽക്കല്ലേ. എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ നേരത്തെ കാലത്തിന് എല്ലാവരും കല്യാണത്തിന് വരണം കേട്ടോ. നോക്കട്ടെ, ഓരോരോ ബിസിയാണ്.